പണ്ഡിത സംഗമം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇൻഷുറൻസ് തെറ്റും ശരിയും. വിഷയം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ NV സക്കരിയ മൗലവി. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد, ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പണ്ഡിതന്മാരെ, നമ്മളിവിടെ സംസാരിക്കുന്നത് ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളാണ്. ഇൻഷുറൻസിനെ സംബന്ധിച്ച് ഒരു അവസാന വാക്ക് നിങ്ങളുടെ മുമ്പിൽ പറയുകയല്ല, മറിച്ച് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട മുസ്ലിം ലോകത്തുള്ള ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട ചിന്തകളും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്നവർ എന്ന നിലക്ക് ഇസ്ലാമിലെ ക്രയവിക്രയങ്ങൾ, അതുപോലെ കൈമാറ്റ രീതികൾ, ഇതിനെ നമ്മൾ സമീപിക്കേണ്ടത് ഏത് രീതിയിലാണ് എന്നതിന് രണ്ട് രീതി നിലവിലുണ്ട്. ഒന്ന്, ഹറാമാകാൻ സാധ്യതയുള്ള വശങ്ങൾ എന്തൊക്കെയാണെന്ന് പരതി നോക്കി അത് ഹറാമാണ് എന്ന് പറയാൻ എന്തെങ്കിലും പഴുതുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിധി കണ്ടെത്തുന്ന ഒരു രീതി നമ്മുടെ പണ്ഡിതന്മാരുടെ ഇടയിൽ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. അതൊരു സൂക്ഷ്മതയുടെ വശമാണ്. ഒരർത്ഥത്തിൽ നോക്കിയാൽ സൂക്ഷ്മതയാണ്. എങ്ങനെയെങ്കിലും ഹറാമിൻ്റെ വശം നമ്മളുടെ ഇടപാടുകളിലൊന്നും വന്നു ചേരരുത് എന്ന ഒരു സതുദ്ദേശമായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഒരു അപ്രോച്ച് എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിലെ ഓരോ കാര്യങ്ങളിലും പല സന്ദർഭങ്ങളിലും പലതരം വിധി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒപ്പിയെടുക്കാൻ സാധിക്കും. അതിൽ നാം ജീവിക്കുന്ന ഈ സാഹചര്യത്തോട് അവയിൽ അനുയോജ്യമായത് ഏതാണെന്ന് കണ്ടെത്തി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അത് അനുവദനീയമാകാനുള്ള, ഇസ്ലാമികമായി അനുവദനീയമാകാൻ എന്തൊക്കെ പഴുതുകളുണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് ഇസ്ലാമികമായി നമ്മൾക്ക് അനുവദനീയമായി മനസ്സിലാക്കാൻ എന്തൊക്കെ സാധ്യതകളുണ്ട് എന്ന് പരിശോധിക്കുക. അങ്ങനെ പരിശോധിച്ചിട്ട് ആ വിഷയത്തെ ആ രീതിയിൽ സമീപിക്കുക. ഈ രണ്ടാമത്തെ രീതിയാണ് പൊതുവിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പല വിഷയങ്ങളിലും ഹറാമാണ് എന്ന് പറയുന്ന പല സംഗതികളും നമ്മളുടെ തെളിവുകൾ മുന്നിൽ വെച്ച് നമ്മൾ അത് ഹലാലാകാൻ വല്ല സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു പരിശോധനയുടെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ ഇൻഷുറൻസിൻ്റെ വിഷയത്തിലും നമ്മൾ കൈക്കൊണ്ടിരിക്കുന്നതെന്ന് ആദ്യമായിട്ട് പറയാണ്. എന്തുകൊണ്ടാണ് ഇൻഷുറൻസ് നമ്മൾ അങ്ങനെ പരിശോധിക്കണം എന്ന് പറയുന്നത്? ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇത് ഇന്ന് നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ വളരെ അനിവാര്യമായ ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. ഏത് സന്ദർഭത്തിലും ഒരുപാട് പ്രതിസന്ധികളും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മളുടേത്. അത് മുസ്ലിം സമൂഹം മാത്രമല്ല, എല്ലാവരും അങ്ങനെയാണ്. എല്ലാവരും അങ്ങനെയാകുമ്പോൾ മുസ്ലിം സമൂഹം മാത്രം അവർക്ക് ഇതൊന്നും പറ്റില്ല എന്നുള്ളത് കൊണ്ട് എല്ലാറ്റിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരവസ്ഥ അവർക്ക് ഉണ്ടാകാൻ പാടില്ല. അവർക്ക് അള്ളാഹുവിൻ്റെ ദീനിൽ ഇന്ന സംഗതികളൊക്കെ അവർക്ക് ഉപയോഗപ്പെടുത്താമോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് പണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ ഇത്തരം പണ്ഡിത സഭകളുടെ ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നാട്ടിൽ നടക്കുന്ന അപകടങ്ങൾ ഉണ്ടാകുന്ന അത് താങ്ങാൻ സാധിക്കാത്ത അവസ്ഥ, അതുപോലെ ചികിത്സ താങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനത്തെ ഒരുപാട് വശങ്ങൾ അതിലുണ്ട്. അപ്പം അതിൽ കൃത്യമായി ഹറാമായത് ഇന്നതാന്ന് ബോധ്യപ്പെട്ടാൽ അത് നമ്മൾ മാറ്റി നിർത്തുകയും ഹലാലിൻ്റെ തലങ്ങളുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പിന്നെ
ഇതിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇന്ന് നമ്മളിൽ കാണുന്ന ഇൻഷുറൻസിൻ്റെ യാതൊരു കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയില്ല. അതിനെ അടിസ്ഥാനമാക്കുന്ന ചില സംഭവങ്ങൾ നമുക്ക് കാണാമെങ്കിലും ഏതായാലും ഇന്നത്തെ ഇൻഷുറൻസ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ല, സഹാബാക്കളുടെ കാലത്തില്ല, അതുപോലെ താബികളുടെയോ താബികളുടെയോ കാലങ്ങളിലൊന്നും അതിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നബിയുടെ കാലത്ത് മാത്രമല്ല, പിൽക്കാലത്ത് മുസ്ലിങ്ങളല്ലാത്ത സമൂഹത്തിലേക്ക് നോക്കിയാലും ഇന്നത്തെ ഇൻഷൂർ സിസ്റ്റം യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഇൻഷൂർ സിസ്റ്റം ലോകത്ത് ആദ്യമായി അത് ഇന്നത്തെ രീതിയിലേക്ക് കടന്നു വരുന്നതിൻ്റെ പ്രാഥമികമായ ഘട്ടത്തിലേക്ക് വരുന്നത് അത് ഏകദേശം 14-ാം നൂറ്റാണ്ടിലാണ്. 14-ാം നൂറ്റാണ്ടിൽ അത് ഷിപ്പ് കാർഗോ, അതായത് കപ്പലുകളിൽ കാർഗോ അയക്കുമ്പോൾ ഈ കപ്പലിലെ ചരക്ക് അഥവാ കപ്പൽ മുങ്ങിയിട്ടോ അങ്ങനെ എന്തെങ്കിലും അപകടം പറ്റുകയാണെങ്കിൽ അതിന് ഒരു ഗ്യാരണ്ടി നിൽക്കുന്ന ഒരു രീതി, ഒരു ടീം അത് നഷ്ടം പറ്റിയാൽ അതിന് ഞങ്ങളൊരു ഗ്യാരണ്ടിയാണ്, അതിന് ഇത്ര ഞങ്ങൾ നഷ്ടം തരും കപ്പൽ മുങ്ങിപ്പോയാൽ എന്ന് പറയുന്ന ഈ ഇൻഷുറൻസിൻ്റെ ഒരു ഫസ്റ്റ് ഒരു തലം അവിടെ മുതലാണ്. 14-ാം നൂറ്റാണ്ടിൽ ഈ കപ്പൽ യാത്രക്കാർക്കിടയിലാണത് രൂപപ്പെട്ടുണ്ടാകുന്നത്. അത് ഇറ്റലിയിലാണത് വരുന്നത്. പിന്നെ ഇതിൻ്റെ വലിയൊരു പ്രശ്നം വന്നത് 17-ാം നൂറ്റാണ്ടിൽ ഈ ദി ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ എന്ന് പറഞ്ഞൊരു സംഗതി 1966 ലണ്ടനിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു തീപിടുത്തമുണ്ടായി. ഒരു ബേക്കറിയിൽ നിന്നുണ്ടായ തീപിടുത്തമാണ്. അത് കെടുക്കാൻ അവർക്ക് സാധിച്ചില്ല. ഈ 4 ദിവസത്തെ തീപിടുത്തത്തിൽ ഏകദേശം 35,000-ഓളം വീടുകൾ കത്തി നശിച്ചു. അതുപോലെ 100 കണക്കിന് ചർച്ചുകൾ കത്തി. ഏകദേശം 100,000-ഓളം ആളുകൾ ആ ഒരൊറ്റ സംഭവത്തിൽ ഭവനരഹിതരായി മാറി. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഈ തീപിടുത്തം എന്നതിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ രീതിയിലൊരു ചിന്ത അവിടെ വരുന്നത്. അങ്ങനെ ഈ വീടുകൾ ഇൻഷൂർ ചെയ്യുക എന്ന് പറഞ്ഞ ഒരു രീതി, അതിനെപ്പറ്റി ചിന്ത, അങ്ങനെയാണ് അവരുടെ ഇടയിൽ ആദ്യമായിട്ടത് കടന്നു വരുന്നത്. പിന്നെ ഇസ്ലാമിക ഫിഖ് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, മുസ്ലിം പണ്ഡിതന്മാർ അതിന് ചർച്ച ചെയ്ത് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവത്തെപ്പറ്റി ചർച്ച നടത്തുന്നത് അത് അമീൻ ഇബ്നു ആബിദീനാണ്. അദ്ദേഹത്തിൻ്റെ റദ്ദുൽ മുഹ്താർ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഇതിനെപ്പറ്റി അദ്ദേഹം ചർച്ച നടത്തുന്നത് അതൊരു 19-ാം നൂറ്റാണ്ടിലാണ്. 19-ാം നൂറ്റാണ്ടിൽ അതിനെപ്പറ്റി അദ്ദേഹത്തിന് ചർച്ച ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അപ്പോഴേക്ക് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലും നാടുകളിലൊക്കെ ഇത് വലിയ ചർച്ചയായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഇബ്നു ആബിദീൻ ചർച്ച ചെയ്യുന്നത്, അന്ന് അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞിരുന്നത് ഇന്നത്തെ ഇൻഷുറൻസിന് അദ്ദേഹം സുക്ര എന്നാണ് പറഞ്ഞത്. സുക്രയെ പറ്റിയൊരു ചർച്ചയാണ് തുടങ്ങുന്നത്. സുക്ര എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഒരു ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടൊരു സാധനം കയറ്റി അയക്കുകയാണെങ്കിൽ ആ ട്രാൻസ്പോർട്ട് ചെയ്ത സാധനം പ്രത്യേകിച്ചും ഒരു അമുസ്ലിം അല്ലെങ്കിൽ ഒരു ദാറുൽ ഹർബിൽ മുസ്ലിം ഭരണ പ്രദേശത്തല്ലാത്ത ഒരു സ്ഥലത്ത് കൂടെ നമ്മളൊരു സാധനം ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് സുരക്ഷിതമായി അവിടെ എത്തും എന്നുള്ളതിന് ഒരു ചെറിയ സംഖ്യ വാങ്ങിയിട്ട് അതിന് ചില ഏജൻസ് ഇത് സുരക്ഷിതമായി എത്തിക്കുന്ന കാര്യം ഞങ്ങൾക്ക് ഇത്ര ചെറിയൊരു സംഖ്യ തന്നാൽ മതി എന്ന് പറഞ്ഞു. അതിനൊരു സുക്ര എന്നാണ് പറയുക. അതാണ് മുസ്ലിം പണ്ഡിതന്മാരുടെ അടുക്കൽ അല്ലെങ്കിൽ ഫിഖ് പണ്ഡിതന്മാരുടെ അടുക്കൽ ഈ ഇൻഷുറൻസിൻ്റെ ഈ തലങ്ങളിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് അതാണ്. പിന്നെ അതിനെപ്പറ്റിയുള്ള ചർച്ചകളും ഒക്കെ ധാരാളമായി ഇങ്ങനെ മുസ്ലിം ലോകത്ത് ഇതിനെപ്പറ്റി ചർച്ച വന്നപ്പോഴാണ് പണ്ഡിതന്മാർ ഇതെന്താണ് എന്നുള്ളതിനെ പറ്റിയുള്ള പഠനങ്ങൾ നടത്തുകയും ആ വിഷയത്തിൽ ഫത്വ നടത്തുകയൊക്കെ ചെയ്യേണ്ട പ്രശ്നങ്ങൾ വന്ന്. തുടക്കത്തിൽ ഇതൊരു പണ്ഡിതന്മാർ അധികം ആളുകളും തന്നെ ഇത് ഒരു ഹറാമാണ്, ഇൻഷുറൻസ് ഹറാമാണ് എന്ന ഒരു രീതിയിലാണ് പണ്ഡിതന്മാരുടെ ചർച്ചകളൊക്കെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെയാണ് വന്നത്. പിന്നെ ഇതൊരു സാമൂഹ്യ പ്രശ്നമായി വന്നപ്പോഴാണ് ഫിഖ് കൗൺസിലുകൾ, മുസ്ലിം രാജ്യങ്ങളിലെ ഫിഖ് കൗൺസിലുകളും അതുപോലെ തന്നെ റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി, അതുപോലെ ഹയ്യത്തു കിബാറുൽ ഉലമ, സൗദി അറേബ്യയിലെ കിബാറുൽ ഉലമയും ഇങ്ങനെ മുനല്ലമത്തുൽ ആലമിൽ ഇസ്ലാമിയുടെ ഒക്കെ ഈ ഫിഖ് കൗൺസിലുകൾ ഇതൊരു വിഷയമായി ചർച്ച ചെയ്യണത് അപ്പോഴാണ്. അങ്ങനെ അത് 20-ാം നൂറ്റാണ്ടിലൊക്കെയാണ് ഈ ചർച്ചകൾ വരുന്നത്.
ആ ചർച്ചകളിലൂടെയാണ് ഇതിങ്ങനെ അനലൈസ് ചെയ്യപ്പെടുന്നത്. ഇത് ഏതിന് എങ്ങനെ പറ്റും, എങ്ങനെ പറ്റൂല എന്നുള്ള സംഗതികളൊക്കെ അനലൈസ് ചെയ്ത് വരുന്നത് ഈ ചർച്ചകളിലൂടെ ഉണ്ടായിട്ടുള്ളൊരു സംഗതിയാണ്. അങ്ങനെ നമുക്ക് വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളതിൻ്റെ ബ്രീഫായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഇൻഷുറൻസിന് നമ്മൾ മൊത്തത്തിൽ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് തരം ഇൻഷുറൻസ് ആണുള്ളത്. അതായത് ഒന്ന് ലൈഫ് ഇൻഷുറൻസ്, മറ്റൊന്ന് ജനറൽ ഇൻഷുറൻസ്. ഈ ലൈഫ് ഇൻഷുറൻസ് അതിനൊരുപാട് തലങ്ങളുണ്ട്. ടേം ഇൻഷുറൻസ്, അതുപോലെ തന്നെ എൻഡോമെൻറ്റ്, ഓൾ ലൈഫ് ഇൻഷുറൻസ്, യൂലിപ്സ് എന്നൊക്കെ പറഞ്ഞത് നമ്മളെ പല ആളുകളും ഉപയോഗപ്പെടുത്തുന്ന സംഗതിയാണത്. എന്ന് പറഞ്ഞാൽ യൂലിപ്സ് ഇൻഷുറൻസിൻ്റെ കൂടെ അതിൽ തന്നെ ചില ബിസിനസ്സുകളിലേക്കും കൂടി ഒരു ഭാഗം നൽകി അതിൻ്റെ ലാഭം കിട്ടുന്ന രീതിയാണ്. അപ്പോൾ ഈ ലൈഫ് ഇൻഷുറൻസിനെ പറ്റി അതിൻ്റെ വിവിധ തലങ്ങളെ സംബന്ധിച്ചിടത്തോളവും മുസ്ലിം ലോക പണ്ഡിതന്മാർ നടത്തിയ പഠനം അത് മുസ്ലിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നാണ്. അത് പറയാൻ കാരണം അതിൽ പലിശ ധാരാളമായി, ലൈഫ് ഇൻഷുറൻസിൻ്റെ ഏത് സ്കീം എടുത്തു നോക്കിയാലെങ്കിലും അത് പലിശയുടെ ഭാഗം കടന്നു വരുന്നുണ്ട്. പലിശ ഒന്നാമതായിട്ട് ലൈഫ് ഇൻഷുറൻസിലെ ഈ ടേം ഇൻഷുറൻസോ അതുപോലത്തെ സംഗതികളാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ 10-20 വർഷത്തിന് പോളിസി എടുത്ത ഒരാൾ ഓരോ വർഷവും കൃത്യമായൊരു സംഖ്യ അടക്കും. 20 വർഷത്തിൻ്റെ ഇടയ്ക്ക് അയാൾ മരിച്ചു പോയിട്ടില്ലെങ്കിൽ, അതിൻ്റെ ഇടയ്ക്ക് അയാൾ മരിച്ചാൽ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എത്ര ലക്ഷമാണത്തിൻ്റെ പോളിസിയാണ് കൊടുത്തത് അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കിട്ടും. അഥവാ അയാൾ മരിച്ചു പോയിട്ടില്ലെങ്കിൽ അദ്ദേഹം അടച്ച സംഖ്യയും അതിൻ്റെ പലിശയും ഈ കൊല്ലം കഴിയുമ്പോൾ അയാൾക്ക് തിരിച്ചു കിട്ടും. ആ തിരിച്ചു കിട്ടുന്നത് ആ അടച്ചതിൻ്റെയും അതിൻ്റെ പലിശയും തിരിച്ചു കിട്ടുക എന്നുള്ള ഒരു കണ്ടീഷനിൽ ആ സംഗതികൾ ചേരുമ്പോഴാണ് അവിടെ പലിശ വരുന്നത്. അതുപോലെ തന്നെ ഹോൾ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് പരിധിയിൽ അതെന്താണെന്ന് വെച്ചാൽ ഒരാൾ അയാൾക്ക് വേണ്ടിയല്ല, അയാളുടെ അടുത്ത അനന്തരാവകാശി തൻ്റെ ശേഷം ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു ചെറിയ സംഖ്യ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മാസവും അയാളങ്ങനെ പോളിസി ആയിട്ട് അദ്ദേഹം നിക്ഷേപിക്കും. അങ്ങനെ അയാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മരിക്കണവരെ അയാൾക്കത് കിട്ടൂല. മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ സംഖ്യ അത് എത്ര കോടിയുടെ ഈ പോളിസിയാണോ എടുത്തത് അല്ലെങ്കിൽ എത്ര ലക്ഷത്തിൻ്റെ പോളിസിയാണോ എടുത്തത് ആ സംഖ്യ മരിച്ചതിന് ശേഷം അത് എത്ര കാലം കഴിഞ്ഞ് മരിച്ചാലും ശരി അതുവരെ അയാൾ അടച്ചുകൊണ്ടേയിരിക്കണം. എന്നിട്ട് മരിച്ചതിന് ശേഷം അയാളുടെ നോമിനി ആരാന്ന് വെച്ചാൽ അനന്തരാവകാശി ആരാന്ന് വെച്ചാൽ അവർക്കത് കിട്ടും. അതും യഥാർത്ഥത്തിൽ ആ കണ്ടീഷനും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളോട് വേണ്ടത്ര യോജിക്കുന്നൊരു സംഗതിയല്ല. ഇതാണ് ലൈഫ് ഇൻഷുറൻസിനെ പറ്റി പൊതുവിലുള്ളത്. എന്നാൽ ലൈഫ് ഇൻഷുറൻസിൻ്റെ ചില ഏരിയകളെ പറ്റി പണ്ഡിതന്മാർ ചർച്ച നടത്തുകയും അതിൽ ഇതില്ലാത്ത വശങ്ങൾ ഉണ്ട് എന്നൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. ഞാൻ ആ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. പിന്നെ നമ്മളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അധികവും ജനറൽ ഇൻഷുറൻസാണ്. ഈ ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അതിലാണ് ഇപ്പോൾ നമ്മളെ ഹെൽത്ത് ഇൻഷുറൻസ്, അതെല്ലാം ഈ പറഞ്ഞ ഈ രണ്ട് ഇൻഷുറൻസാണ് ഉള്ളത്, ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസും അല്ല. ജനറൽ ഇൻഷുറൻസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഹെൽത്ത് ഇൻഷുറൻസ്, മോട്ടോർ ഇൻഷുറൻസ്, ഹോം, അതുപോലെ ട്രാവൽ. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ നമ്മളെ ഇടയിൽ കാണുന്ന മിക്കവാറും എല്ലാ ഇൻഷുറൻസുകളും ഈ ജനറൽ ഇൻഷുറൻസിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഈ ജനറൽ ഇൻഷുറൻസിനെ പറ്റിയുള്ള പഠനങ്ങൾ നടത്തിയിട്ട് അതിലുള്ള ഒരുപാട് അതിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമായ ചില വശങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് ഇൻഷുറൻസിൽ നിന്ന് മുസ്ലിങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ ഏതായാലും സാധ്യമല്ല. ഇൻഷുറൻസ് അതിൻ്റെ ബേസ് തന്നെ നമുക്ക് തെറ്റായ ഒരു സംഗതിയല്ല. ഇൻഷുറൻസിൻ്റെ ബേസ് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു ബേസാണ്. യഥാർത്ഥത്തിൽ ഒന്ന് റിസ്ക് ഷെയറിംഗ് ആണ്. ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവരും കൂടി അത് ഷെയർ ചെയ്യുക, പങ്കാളികളാകുക എന്നാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. ദിയത്തുൽ ആഖില എന്ന് പറയും. ഒരാൾ അറിയാതെ ഒരാളെ വധിച്ചു എന്ന് വിചാരിക്കുക. ഒരാൾ അറിയാതെ ഹത്ത ആയിക്കൊണ്ട് അശ്രദ്ധമായി ഒരാൾ എൻ്റെ കൈകൊണ്ട് വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ കൊല്ലപ്പെട്ട ആൾക്ക് അതിനുള്ള നഷ്ടപരിഹാരം നൽകണം. ആ നഷ്ടപരിഹാരം ആരാണ് നൽകേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ നഷ്ടപരിഹാരം നൽകേണ്ടത് അയാളുടെ കുടുംബക്കാരെല്ലാവരും കൂടിയിട്ടാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം ഒരാൾക്ക് പറ്റിക്കഴിഞ്ഞാൽ ഇയാളുടെ ആ റിസ്കിനെ കുടുംബക്കാരെല്ലാവരും കൂടി ചേർന്ന് ഭാഗമായി എടുത്തുകൊണ്ട് അത് ഷെയർ ചെയ്യണം.
അപ്പോൾ റിസ്ക് ഷെയറിങ് എന്ന ഇൻഷുറൻസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആ ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആക്സെപ്റ്റബിളായ വളരെ അംഗീകരിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. രണ്ടാമത്തെ സംഗതി ഇൻഷുറൻസിൻ്റെ വശങ്ങളിലുള്ളത് പരസ്പര സഹായം എന്നുള്ളതാണ്. ഈ പരസ്പര സഹായം എന്നുള്ളതും അത് ഇസ്ലാം അംഗീകരിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വളരെ പുകഴ്ത്തി പറഞ്ഞൊരു സംഭവമാണ്. അതെന്താണെന്ന് വെച്ചാൽ അശ്അരിയാക്കൾ എന്ന് പറഞ്ഞ അബൂ മൂസൽ അശ്അരിയുടെ കുടുംബം ഉണ്ടല്ലോ, ആ അശ്അരിയാക്കളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുണ്ടായി, അശ്അരിയാക്കൾ എന്ന് പറയുന്നത് അവർ ഹും മിന്നി വ അന മിൻഹും എന്നാണ് പറഞ്ഞത്. ഞാൻ അവരെ കൂട്ടത്തിൽപ്പെട്ടവനാണ്, അവരെന്നിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞ് വളരെ പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ട് എന്താണ് അതിന് കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അവർക്ക് അശ്അരിയാക്കർക്ക് പ്രത്യേകത ഉണ്ട്. അവർക്ക് സാമ്പത്തികമായി വളരെ പ്രയാസമുണ്ടായി പട്ടിണി പോലത്തെ സംഗതികൾ വരികയാണെങ്കിൽ അവരെല്ലാവരും അവനവൻ്റെ കയ്യിലുള്ളത് എന്താണോ അതൊന്നാകെ ഒരു സ്ഥലത്ത് അവർ ഒരുമിച്ച് കൂട്ടും, എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് അവർ തുല്യമായി അത് കൊടുക്കും, വീതിച്ചെടുക്കും. അതല്ലെങ്കിൽ സാമ്പത്തികമായി ആവശ്യമുള്ള ആരാണെന്ന് വെച്ചാൽ വളരെ പ്രയാസപ്പെടുന്ന ആരാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് നൽകും. ഇങ്ങനൊരു രീതി അശ്അരിയാക്കൾ ചെയ്യാറുണ്ടായിരുന്നു. ആ രീതിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ നന്നായി പുകഴ്ത്തിയിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ഇൻഷുറൻസിൻ്റെ അഥവാ കോഓപ്പറേറ്റീവ് ഇൻഷുറൻസ് എന്നാണ് അതിന് പറയാം. ഈ മീനു താവുനി എന്ന് പറയും അറബിയിൽ. ഈ കോഓപ്പറേറ്റീവ് ഇൻഷുറൻസിൻ്റെ ബേസ് ഇതിൽ നിന്നുണ്ടായതാണ്. ഇതിനെങ്ങനെ വികസിപ്പിച്ചെടുത്തതാണ് യഥാർത്ഥം കോഓപ്പറേറ്റീവ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇന്ത്യയിൽ കോഓപ്പറേറ്റീവ് ഇൻഷുറൻസിൻ്റെ ഒരു വലിയ രീതികളൊന്നും ഇന്ത്യ രാജ്യത്ത് നമുക്ക് കാണുന്നൊരു സംഗതിയല്ല. നേരെ മറിച്ച് മുസ്ലിം രാജ്യങ്ങളിലുണ്ട്. അറാജിഹി ബാങ്കിൻ്റെ കീഴിലുള്ള കോഓപ്പറേറ്റീവ് ഇൻഷുറൻസ് ഉണ്ട്. അതുപോലെ മുസ്ലിം രാജ്യങ്ങളിലെ ഇൻഷുറൻസുകൾ മിക്കവാറും അതൊക്കെ കോഓപ്പറേറ്റീവ് ഇൻഷുറൻസ് തന്നെയാണ്. പിന്നെ ഇപ്പോൾ നമ്മളൊരു ഉദാഹരണമായി നമുക്ക് പറയാവുന്ന, ഇപ്പോൾ നമ്മൾ ഈ സംഘടനകൾ തമ്മിലുണ്ടാക്കുന്ന ചില ഇൻഷുറൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ KMCC ഒക്കെ ചില ഇൻഷുറൻസ് ഉണ്ട് അവരുടെ ഇടയിൽ. ആ ഇൻഷുറൻസൊക്കെ ഈ കോഓപ്പറേറ്റീവ് ഇൻഷുറൻസ് എന്നതിൽപ്പെട്ടതാണ്. അത് ഹറാമല്ല എന്ന് മാത്രമല്ല അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു രീതിയാണ് എന്നുള്ളതിൽ മുസ്ലിം ലോക പണ്ഡിതന്മാരിൽ അത് അഭിപ്രായ വ്യത്യാസമല്ല. എല്ലാവരും സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരും ഫിഖ് കൗൺസിലും എല്ലാവരും ഐക്യകണ്ഠേന പറയുന്ന സംഗതിയാണ് ഇൻഷുറൻസിനെ നമ്മൾ ഏതിലേക്ക് തഅ്മീനു തആവുനിലേക്ക് കോഓപ്പറേറ്റീവ് ഇൻഷുറൻസിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കോഓപ്പറേറ്റീവ് ഇൻഷുറൻസിലേക്ക് കൊണ്ടുവന്നാൽ അത് വലിയ സഹായമാകും എല്ലാവർക്കും. അപ്പോൾ എന്താണ് അതിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിൽ ഭാഗവാക്കാകുന്ന ആളുകൾ എല്ലാവരും നടക്കുന്ന പ്രീമിയം സാധാരണ ഇൻഷുറൻസ് പോലെ തന്നെ പ്രീമിയം തന്നെയാണ് അടക്കുക. പക്ഷേ അത് ഒന്നായിട്ടൊരു ഫണ്ടായിട്ടാണ് കരുതിയിരിക്കുക. അതൊരു ഏതെങ്കിലും ഒരു കമ്പനിയല്ല അത് കൈകാര്യം ചെയ്യുക. അതൊരു പൊതു ഫണ്ടായിട്ടൊരു പ്രീമിയം അടക്കുക. പ്രീമിയം അടക്കുമ്പോൾ ഓരോരുത്തരും അവനവൻ്റെ നെയ്യത്തിൽ വേണ്ടത് അത് തബറു ആയിട്ട്, ഞാൻ എൻ്റെ വിഹിതം ഒരു ഹൈറായൊരു സംഗതിക്ക് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും മറ്റൊരാൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അങ്ങനെ ആകട്ടെ, ഏതെങ്കിലും അവസരത്തിൽ എനിക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അങ്ങനെയാകാം എന്ന രീതിയിൽ ഒരു തബറു ആയിക്കൊണ്ട് സൗജന്യമായി സതുദ്ദേശത്തോടു കൂടി ആ പ്രീമിയം നൽകുകയും അങ്ങനെ ഒരു സ്വരൂപിക്കപ്പെടുന്ന പണമാണ് ഈ തഅ്മീനു തആവുനി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചെറിയ ഏരിയയിൽ നടത്തുന്നത്. അത് 1970 ഈ പറഞ്ഞ ഈ തകാഫുൽ എന്നും അതിനെ സംബന്ധിച്ച് ഈ ഇസ്ലാമിക് എക്കണോമിക്സിൽ അതിനെപ്പറ്റി തകാഫുൽ എന്നാണ് പറയുക, പരസ്പര സഹായ പദ്ധതി എന്നർത്ഥം. ഈ അർത്ഥത്തിൽ അതിൽ അഭിപ്രായ വ്യത്യാസമില്ല, അതെല്ലാവരും അനുവദിക്കപ്പെട്ട സംഗതിയാണ് എന്നുള്ളതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അഭിപ്രായ വ്യത്യാസം ഉള്ളത് ഈ ഒരു വിഷയത്തിലാണ്. അതായത് തഅ്മീനു തിജാരി എന്ന് പറയും, അതായത് കൊമേഴ്ഷ്യൽ ഇൻഷുറൻസ്. ഏതെങ്കിലും ഒരു കമ്പനി ആ കമ്പനിക്ക് ലാഭം ലഭിക്കുന്നതിന് വേണ്ടി അവർ നടത്തുന്ന ഇൻഷുറൻസ്, ഇന്നിപ്പോൾ അത് ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിലും മോട്ടോർ ഇൻഷുറൻസ് ആണെങ്കിലും കമ്പനികൾ നടത്തുന്ന ഇൻഷുറൻസ് അത് പാടുണ്ടോ പാടില്ലേ, അതിൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും, ഇപ്പോൾ പ്രത്യേകിച്ചും നമ്മളെ മജ്മുഉൽ ഫിഖുൽ ഇസ്ലാമി 1985, ഹയ്യത്തു കിബാറുൽ ഉലമ 1397, മജ്മുഉൽ ബുഹൂസുൽ ഇസ്ലാമിയ മിസ്ർ, അതുപോലെ മജ്മുഉൽ ഫിഖുൽ ഇസ്ലാമി റാബിത്തുൽ ആലം ഇസ്ലാമിയുടെ ഇതിൽ ഷെയ്ഖ് സൈമീൻ, ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഫൗസാൻ പോലെയുള്ള സലഫി പണ്ഡിതന്മാർ, ഇവരെല്ലാവരും നമ്മൾ ഏകദേശം ഒരു 90% പണ്ഡിതന്മാരും
ഇതിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ഇൻഷുറൻസ് അത് ശരിയല്ല, അത് ഹറാമാണ് എന്നാണ് അവർ അതിനെപ്പറ്റി വിധി എഴുതിയിട്ടുള്ളത്. അതിനവർ പറയുന്ന കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ, ഒന്ന്, ഇൻഷുറൻസിൽ 3 കാരണങ്ങൾ കൊണ്ട് ഇൻഷുറൻസ് ഹറാമാണെന്നാണ് അവർ പറയുന്നത്. അവർ ആ രീതിയിലാണ് മുസ്ലിം ലോക പണ്ഡിതന്മാർ. ഒന്ന്, ഇൻഷുറൻസിൽ ഗറർ എന്ന് പറയുന്നത്, ഗറർ പറഞ്ഞാൽ ഒരു അനിശ്ചിതത്വമെന്നോ അല്ലെങ്കിൽ ഒരു വഞ്ചന, എന്താണ് വരാൻ പോകുന്നതെന്ന് അറിയാത്ത ഒരവസ്ഥ, അങ്ങനത്തെ സംഗതികൾ ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്, പാടില്ല എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. രണ്ടാമത്തെ സംഗതി അതിൽ ഗാംബ്ലിംഗ് ആണത്, അതൊരു ചൂതാട്ടത്തിൻ്റെ രൂപമാണ്. മൂന്നാമത്തെ സംഗതി അതിൽ പലിശയുണ്ട് എന്നാണ്. അപ്പോൾ ഈ 3 സംഗതി ഉള്ളത് കൊണ്ട് 90% പണ്ഡിതന്മാരും ഈ ഇൻഷുറൻസ് അത് ശരിയല്ല, അനുവദനീയമല്ല എന്നാണ്. എന്നാൽ ഒരു ന്യൂനപക്ഷം പണ്ഡിതന്മാർ, ആധുനിക പണ്ഡിതന്മാർ അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ പറഞ്ഞ 3 കാരണങ്ങൾ കൊണ്ടാണ് ഇൻഷുറൻസ് പറ്റില്ല എന്ന് പറയണത് എന്നുണ്ടെങ്കിൽ ആ 3 കാരണങ്ങൾ കൊണ്ട് ഇൻഷുറൻസ് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഗറർ എന്ന് പറയുന്നത്, എന്താണ് വരാൻ പോകുന്നത് എന്ന് അറിയാത്ത ഒരു ഇടപാട് നടത്തുക എന്ന് പറയുന്നത് പാടില്ലെങ്കിൽ ഒരുപാട് സംഗതി ഇസ്ലാം അനുവദിച്ച ഇടപാട് അങ്ങനത്തതുണ്ട്. ഉദാഹരണമായിട്ട് സ്ഥലം കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എൻ്റെ കയ്യിൽ പണമില്ല, പക്ഷെ എനിക്ക് കൃഷി ചെയ്യണം, അടുത്ത സീസണിലെ കൃഷി ഉണ്ടാകുള്ളൂ. അപ്പോൾ ഞാൻ ഈ വർഷം തന്നെ ഒരാളെടുത്ത് നിന്നിട്ട് പറയാണ്, ഞാൻ അടുത്ത സീസണിൽ, അതായത് 5-8 മാസം കഴിഞ്ഞിട്ട് എൻ്റെ നെല്ല് ഉണ്ടായി വരുമ്പോൾ അതിൽ നിന്ന്, അല്ലെങ്കിൽ ഇന്ന കൃഷി ഉണ്ടായി വരുമ്പോൾ ഞാൻ അതിൽ നിന്ന് ഇത്ര നിങ്ങൾക്ക് നൽകാം, നിങ്ങൾ എനിക്ക് ഇത്ര പണം തരണം. അത് ഹലാലായൊരു രീതിയാണ്. സ്ഥലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നിശ്ചിത പരിധി, നിശ്ചിതമായ സംഗതി, അതിൻ്റെ കണ്ടീഷനോട് കൂടി അത് ഹലാലാന്ന് പറഞ്ഞു. അതിൽ പെട്ടതാണ് ആധുനിക ലോകത്ത് നടത്തുന്ന ഇസ്തിസ്നാ എന്നാണ് അതിന് പറയാം. ഒരു സാധനം ഇല്ലാത്തൊരു സാധനം, ഒരു മെഷീനറി, ഒരു കമ്പനിയോട് നമ്മൾ പറയാണ്, ഇന്ന മെഷീനറി നമുക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇന്ന സംഗതി നമ്മൾക്ക് വേണം, ഇത്ര വേണം. എന്നിട്ട് അതിന് മുൻകൂട്ടി നമ്മൾ അതിൻ്റെ പണം കൊടുക്കുകയാണ്. എന്നിട്ട് തൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്ത, താൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന, തനിക്കുണ്ട് എന്ന് വിചാരിക്കണ അതിൻ്റെ പണം അയാൾ നേരത്തെ വാങ്ങുകയാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഇസ്ലാം ഒരുപാട് അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരാളുടെ അധ്വാനം വൃഥാവിലാകി പോകുന്ന സംഗതികൾ പറ്റൂല എന്ന് പറയും. അപ്പോൾ അതിനെയും ഇപ്പോൾ പണ്ഡിതന്മാർ ചോദ്യം ചെയ്തിട്ടുണ്ട്. പണ്ഡിതന്മാരിൽ അനുവദനീയമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട സംഗതിയാണ് ഒരു ജുഅൽ എന്ന് പറയും. ജുഅൽ എന്ന് പറഞ്ഞാൽ ഒരാൾ, എൻ്റെ ഒരു സാധനം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക, എൻ്റെ ഒരു സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടു. അപ്പം എനിക്ക് പ്രഖ്യാപിക്കാം, ഒരു 10 or 20 ഉള്ള ഈ ആളുകളോട് പരസ്യം എനിക്ക് പറയാം, ഇതാ എൻ്റെ ഒരു സ്വർണം ഇന്ന സ്ഥലത്ത് എവിടെയോ നഷ്ടപ്പെട്ടിരിക്കണേ, അത് എന്നെ തിരിച്ചേൽപ്പിക്കാൻ, അതെനിക്ക് കണ്ടെത്തി തരികയാണെങ്കിൽ അയാൾക്ക് ഞാൻ ഇത്ര തരും എന്ന് പറയാം. അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടി കുറേ ആളുകൾ അധ്വാനിക്കുമല്ലോ, കുറേ ആളുകൾ അധ്വാനിക്കും. പക്ഷെ ആർക്കേ ഇപ്പം അതിൻ്റെ കണ്ടെത്തിയാൽ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ? അതിലൊരാൾക്കല്ലേ കിട്ടുള്ളൂ, അത് കണ്ടെത്തുന്ന ആൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരുടെ അധ്വാനം, ഒരു 10 ആൾക്കാർ ഇതും തിരഞ്ഞങ്ങനെ ഓടി നടന്നു, അവസാനം ഒരാൾക്കേ അത് കിട്ടിയത് എന്ന് വിചാരിക്കുക. ഒരാൾക്ക് കിട്ടിയാൽ ഈ സമ്മാനം കിട്ടുക ആർക്കായിരിക്കും? ഈ ഒരാൾക്ക് മാത്രമാണ്. അപ്പോൾ ബാക്കി 9 ആൾക്കാരുടെ അധ്വാനം എന്തായിപ്പോയി? അതൊരു ചർച്ചയാണ്. അതല്ലെങ്കിൽ 10 ആൾ ഇതിനൊരുപാട് അധ്വാനിച്ചു നടന്നു, പക്ഷെ ആർക്കും കിട്ടിയില്ല, സാധനം കിട്ടിയില്ല. അപ്പോൾ ഇവരുടെ അധ്വാനം വെറുതെ ആയി പോയില്ലേ? അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ പരിശുദ്ധ ഇസ്ലാം അതൊക്കെ അനുവദിച്ച സംഗതിയാണ്. അപ്പോൾ ചെറിയ തോതിലുള്ള ഇത്തരം ഗററുകൾ ഒരുപാട് കച്ചവട രംഗത്തും മറ്റൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത്രയൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഇൻഷുറൻസിൻ്റെ വിഷയത്തിലും ഉള്ളൂ. അതുകൊണ്ട് ഈ ഗററിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഷുറൻസ് പാടില്ല എന്ന് പറയാൻ പറ്റില്ല എന്നാണ് അത്തരം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു സംഗതി, ഇതിൽ ചൂതാട്ടുണ്ട് എന്ന്. അത് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അംഗീകരിക്കണില്ല. കാരണം ചൂതാട്ടത്തിൻ്റെ മനസ്സും ഈ ഇൻഷുറൻസിൻ്റെ മനസ്സും രണ്ടാണ്. ചൂതാട്ടത്തിൻ്റെ മനസ്സെന്താണെന്ന് വെച്ചാൽ എല്ലാവരും വിന്നറാകണമെന്ന് ആഗ്രഹിക്കുകയാണ്, എല്ലാവർക്കും വിന്നറാകണം. ഞാനിപ്പോൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്താൽ എനിക്കത് കിട്ടണം എന്നാണ് എല്ലാവരും. അങ്ങനെ ഒരു 1000 ആളെടുത്ത് 1000 ആളും വിന്നറാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇൻഷുറൻസിൻ്റെ രീതി അങ്ങനെയല്ല. ഇൻഷുറൻസ് ഞാൻ ഒരു ഒരു അപകടം
കാർ ഞാൻ ഇൻഷൂർ ചെയ്താൽ, അല്ലെങ്കിൽ രോഗത്തിന് ഇൻഷൂർ ചെയ്താൽ എങ്ങനെയെങ്കിലും കാർ അപകടം പറ്റിയിട്ട് എനിക്ക് ആ ഇൻഷുറൻസ് സംഖ്യ കിട്ടണമെന്ന് ആർക്കും ആഗ്രഹമല്ല. ആളുകൾക്കൊക്കെ ആഗ്രഹം തനിക്കത് കിട്ടരുത് എന്നാണ്. തനിക്കത് ഞാനതിൽ വിന്നറാകണമെന്ന് ആരും ആഗ്രഹിക്കണില്ല. മറിച്ച് അത് അഥവാ ഇങ്ങനെ ഒരു സംഭവിക്കുകയാണെങ്കിൽ അതെനിക്ക് അതിനുള്ള സൗകര്യം കിട്ടും. അത് യഥാർത്ഥത്തിൽ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് നൽകുന്ന സംഗതിയാണ്. നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അതിന് നമ്മളൊരു സെക്യൂരിറ്റി ആ വീട്ടിൽ വെച്ചാൽ നമുക്കവിടെ സുഖമായി ഉറങ്ങാൻ കഴിയും. നമ്മുടെ മനസ്സിന് നല്ല സമാധാനം ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഈ മന്ത്രിമാരും മറ്റൊക്കെ അവർക്ക് ഈ സെക്യൂരിറ്റി വെക്കണം എന്തിനാണ്? അവർക്ക് സുഖമായി ഉറങ്ങണം. അപ്പോൾ അതുപോലെ നമ്മൾക്കൊരു ഇൻഷുറൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾക്കത് കിട്ടണം എന്നല്ലുള്ളത്. ക്യാൻസർ ഇൻഷുറൻസ്, ക്യാൻസർ വരുന്ന സമയത്ത് അതിന് ചികിത്സിക്കാനുള്ള ഇൻഷുർ നമ്മൾ ചെയ്താൽ എങ്ങനെയെങ്കിലും ഒന്ന് ക്യാൻസർ ഉണ്ടായി കിട്ടേണ്ടിനി ആ പൈസ വാങ്ങാനൊന്നും ആരും ആഗ്രഹിക്കില്ലല്ലോ. ഒരു കുട്ടി അത് ആഗ്രഹിക്കില്ല. അപ്പം നമ്മളാരും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരിക്കലും ഒരു ഗാംബ്ലിങ്ങിനോട്, ചൂതാട്ടത്തോട് ഒരിക്കലും ഇതിനെ ഉപമിക്കാൻ സാധ്യമല്ല. അതും തെറ്റായൊരു നിരീക്ഷണമാണ് എന്ന് ഈ ഇൻഷുറൻസ് അനുവദനീയമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നുള്ളത് പലിശൻ്റെ വശമാണ്. അതെല്ലാവരും യുനാനിമസ് ആയിട്ട് ഐക്യകണ്ഠ്യേന പറയുന്ന കാര്യമാണ്. പലിശ ഉണ്ടോ അത് പറ്റൂല. പലിശ ഉണ്ടോ അതിൽ ഏത് ഇൻഷുറൻസ് ആണെങ്കിലും പലിശ ഉണ്ടെങ്കിൽ പറ്റൂല എന്ന് എല്ലാവരും ഐക്യകണ്ഠ്യേന പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പലിശയില്ലാത്ത ഇത്തരം ഇൻഷുറൻസുകൾ നമ്മൾക്ക് അനുവദിക്കാവുന്നതാണ് എന്നാണ് ധാരാളം പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും അതിൽ സൗദി അറേബ്യയിലെ കിബാറുൽ ഉലമയിൽ ഉണ്ടായിരുന്ന ഷേഖ് അബ്ദുള്ള ബിനുൽ മനിയ, അദ്ദേഹം ഈ അഭിപ്രായക്കാരനാണ്. അദ്ദേഹം പിന്നെ അബ്ദുൽ വഹാബ് ഖല്ലാഫ്, ഈജിപ്ഷ്യൻ പണ്ഡിതന്മാരുണ്ട്. അതുപോലെ സിറിയൻ പണ്ഡിതനായ ഷേഖ് മുസ്തഫ സർക്ക, അദ്ദേഹമാണ് ഈ വിഷയത്തിൽ നല്ല പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു ഏരിയ പണ്ഡിതന്മാരുണ്ട്. പക്ഷേ 90% പണ്ഡിതന്മാരും അത് പറ്റില്ല എന്ന അഭിപ്രായക്കാരാണ് എന്നുള്ളത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് ഇവിടെ ഈ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നമ്മളുടെ സുന്നി വിഭാഗത്തിൽപ്പെട്ട വാഫി വിഭാഗം ഇവിടെ നടത്തിയിരുന്നു. അവരാ ചർച്ചയിൽ വളരെ സീരിയസ് ആയിട്ടൊന്നും അത്ര ഗഹനമായ ആഴത്തിലേക്ക് അവർ പോയിട്ടില്ല. അവർ ഷാഫി മദ്ഹബ് ഗ്രന്ഥങ്ങൾ ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. പക്ഷെ അവർ ഒരു മൊത്തത്തിൽ ഇതൊക്കെ ഹലാൽ എന്നുള്ള രീതിയിലാണ് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഒക്കെ ഹലാൽ. കാരണം അവർ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ഇത് യഥാർത്ഥത്തിൽ അക്കദു ഇർഫാഖ് എന്നാണ് അവർ പറയുക. ഇതൊക്കെ അക്കദ് ഇർഫാഖാണ്. അതായത് ഒരു പരസ്പര സഹായത്തിൻ്റെയൊക്കെ ഒരു ഉടമ്പടിയായി മാത്രമേ ഇതിനെ കാണേണ്ടതുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനെ കാണേണ്ടതില്ല. ഇതൊരിക്കലും ഒരു അക്കദ് മുആവദ, ഒരു പരസ്പര കൈമാറ്റമോ കച്ചവടമായിട്ട് ബന്ധപ്പെട്ട സംഗതിയൊന്നുമല്ല. അല്ലെങ്കിൽ അക്കദ് ദൈൻ, ഒരു കടബാധ്യതയായിട്ട് ബന്ധപ്പെട്ട സംഗതിയല്ല. ഇതിങ്ങനെ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു മൂവ് ഈ നമ്മളുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സുന്നികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ മുസ്ലിം പണ്ഡിതന്മാരുടെ ഇടയിലും ഇത്തരം ചർച്ചകൾ ഈ വിഷയത്തിലുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ അവസാനിപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തല്ല. ഇതിൽ നമുക്കൊരു കൺക്ലൂഷൻ നമുക്ക് എത്താൻ ഇനിയും നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാനസികമായി ഇത്തരം സംഗതികൾ, ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിലും ഇത്തരം സംഗതികളിൽ ഒരു സമാധാനപരമായ ചില സംഗതി എന്താണെന്ന് വെച്ചാൽ, എല്ലാ മജ്മുഅൽ ഫിഖ്ഹുൽ ഇസ്ലാമിയൊക്കെ പറഞ്ഞിട്ടുള്ളത് ഗവൺമെൻറ് കൊണ്ടുവരുന്ന എല്ലാ ഇൻഷുറൻസുകളും അനുവദനീയമാണ്. അത് യാതൊരു വിരോധമില്ല. അതിന് വേറൊരു തലത്തിലൂടെ കാണുന്നത്. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ 1985 മജ്മുഅൽ ഇസ്ലാമിയുടെ ഫിഖ്ഹുൽ ഇസ്ലാമിയുടെ ഫത്വയിൽ പെട്ടതാണ്. ഹോസ്പിറ്റൽ നൽകുന്ന ഒരു ഇൻഷുറൻസ്, ആ ഇൻഷുറൻസിന് അത് വിരോധമല്ല. അത് ചികിത്സക്ക് പകരമായി നടക്കണം. അവിടെയൊന്നും പലിശയും മറ്റും സംഗതികളൊന്നും വരുന്നില്ല. തർക്കമുള്ളത് ഈ സംഗതി മാത്രമേ ഉള്ളൂ. തർക്കമുള്ളത് ഒരു കമ്പനി, ഇൻഷുറൻസ് കമ്പനി നടത്തുന്ന ഇൻഷുറൻസ് നമുക്ക് പറ്റൂലേ എന്നുള്ളതാണ്. ബാക്കി എല്ലാ ഇൻഷുറൻസും അനുവദനീയവും നമുക്ക് ഉപയോഗിക്കാവുന്നതുമാണ് എന്നതാണ് അഭിപ്രായ വ്യത്യാസമില്ലാത്ത സംഗതിയാണ്. അഭിപ്രായ വ്യത്യാസം ഉള്ളത് കമ്പനികൾ നടത്തുന്ന ഇൻഷുറൻസ്, നമ്മൾ ഇപ്പോൾ അറിയുന്ന പല ഇൻഷുറൻസും, അതിൽ തന്നെ ഇൻഷുറൻസ് എന്തുകൊണ്ട് പറ്റുകയില്ല എന്ന ഇതിൻ്റെ കാരണം പൂർണ്ണമായും ശരിയല്ല. അതുകൊണ്ട് ഇൻഷുറൻസ് എന്നത് യഥാർത്ഥത്തിൽ അതൊരിക്കലും ഒരു
പ്രയാസകരമായ സംഗതിയല്ല, അതൊരു പരസ്പര സഹായത്തിൻ്റെ ഒക്കെ ഒരു രീതിയിലേക്ക് തന്നെ കടന്നു വരുന്നതാണ് എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരും ആ വിഷയത്തിലുണ്ട്. ആ ഒരു ചർച്ച അവിടെ നിൽക്കുന്നു എന്ന് മാത്രം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും.